ഷേലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺ കാസറോളിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരു താങ്ക്സ് ഗിവിംഗ് ഡിഷാണ്. മറ്റൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയ്യാണ്. നമ്മൾ സാധാരണ ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ പീക്കൺ, അല്ലെങ്കിൽ പംകിൻ, ഇങ്ങനെ പല വിധത്തിൽ പൈ ഉണ്ടാക്കാറുണ്ട് അല്ലേ? എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ പൈയാണ്. നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ പൈയുടെ ക്രസ്റ്റ് ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ട്. പിന്നെ കുറച്ച് ബട്ടർ വേണം. ഇത് 200 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് നല്ല തണുത്ത ബട്ടർ തന്നെ വേണം. പിന്നെ കുറച്ച് ഉപ്പ് വേണം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഷുഗർ, അത് 1 ടേബിൾ സ്പൂൺ ഷുഗർ. പിന്നെ കുറച്ച് നല്ല തണുത്ത വെള്ളം വേണം. അതൊരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പൈ ക്രസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഈ മിക്സറിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ, അത് 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പ് വേണം. 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇത് 3 ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടർ ഞാൻ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഈ ബട്ടർ ചെറിയ ചെറിയ പീസുകൾ ഓരോന്നായിട്ട് നമ്മുടെ ഈ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഇങ്ങനെ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാ ബട്ടറും തന്നെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്യാനായിട്ട് ടൈം കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാൻഡി കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത്, അതായത് ഒരു മണ്ണ് പോലത്തെ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം ഇത്ര ആയ സമയത്ത് നമ്മളിത് പുറത്തേക്ക് എടുക്കുന്നു. അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇപ്പോൾ മാറ്റാം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളമേ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ഒന്നിച്ചൊഴിക്കരുത്. ഒരു സമയത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ അത്രയും വെള്ളമേ ഉപയോഗിക്കാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നല്ല തണുത്ത വെള്ളം വേണമെന്ന്. അപ്പോൾ ഐസ് കോൾഡ് ആയിട്ടുള്ള വെള്ളം തന്നെ വേണം. അത് വളരെ നിർബന്ധമാണ്. കാരണം ഈ ഡോ നല്ല ഫ്ലേക്കി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേക്കി ആയിട്ട് വരണമെങ്കിൽ ഇതുപോലെ തണുത്ത വെള്ളം ഉപയോഗിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇങ്ങനെ വെള്ളം ആഡ് ചെയ്ത് ഇതങ്ങ് മിക്സ് ചെയ്യണം. പൈ ക്രസ്റ്റിന് വേണ്ട ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. ഒത്തിരി ലൂസ് ആകരുത്. അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഇത് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇതൊരു 2 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. ഇല്ലെങ്കിൽ ഓവർനൈറ്റിലും വെച്ചാൽ നല്ലതായിരിക്കും. അതാണ് ഒന്നുകൂടി നല്ലത്. ഇത് നമുക്ക് വേണമെങ്കിൽ കുറേ ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആപ്പിൾ പൈ ഉണ്ടാക്കാനുള്ള ആപ്പിൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ടൈപ്പ് ആപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഗ്രാനി സ്മിത്ത് ആപ്പിളും ഹണി ക്രിസ്പ് ആപ്പിളുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രൗൺ ഷുഗറാണ്. ഇത് 6 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് കൂടി ഇതിനു വേണ്ടി ഉപയോഗിക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു കറുവാപ്പട്ടയുടെ ഒരു കഷ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കോലം, പിന്നെ 3 ഗ്രാമ്പു. ഇത്രയും സ്പൈസസ് ആണ് ഞാൻ ഈ ആപ്പിൾ പൈ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ഡിസൈൻ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ്. ഇതൊരു 1/2 സ്റ്റിക്ക് ബട്ടർ വേണം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ആപ്പിളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്ന് ചെത്തി ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ പീലർ കൊണ്ട് ചെയ്താൽ നല്ല എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ആപ്പിളും തന്നെ ഇതുപോലെ തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ കുരു ഉണ്ടല്ലോ, ആപ്പിളിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇതുപോലത്തെ ഒരു മെലൻ കോറർ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതെടുത്ത് മാറ്റാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ ആ സ്റ്റെം ഉണ്ടല്ലോ, ആ ഭാഗവും കൂടെ നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം എല്ലാ ആപ്പിളും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആപ്പിളും തന്നെ ഞാനിത് 4 എണ്ണവും ഇതുപോലെ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്ലൈസ് ചെയ്യണം. ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് നമ്മൾ എടുക്കണം. ഒത്തിരി കനമാകരുത്. കണ്ടോ, ഈ ഒരു തിക്നെസ് മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കാരണം ഞാൻ ഒരു വലിയ ബോളി വേണം ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ ഈ പാത്രത്തിനകത്തേക്ക് ഇട്ട് വെച്ചു. അതിനുശേഷം ആ സ്പൈസസ് പൊടിച്ചത് അതുകൂടെ ഇട്ടതിന് ശേഷം ഞാനിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആപ്പിൾ കുറേശ്ശെയായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പകുതി ആപ്പിൾ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി അടുത്ത് വെച്ചിരിക്കുന്ന ആ ആപ്പിളോടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒരു ബട്ടറൊക്കെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ബട്ടറിൻ്റെ പകുതി, ഒരു സ്റ്റിക്കിൻ്റെ പകുതി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ, ഈ ബ്രൗൺ ഷുഗറും സിനമൺ അതിൻ്റെ എല്ലാ സ്പൈസസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ ഈ ബട്ടറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഒരു ചെറുതായിട്ട് ആപ്പിളൊന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തിങ്ങനെ മാറ്റി വെക്കാം. അതിൻ്റെ ഈ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നെ വേണം. അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു വെക്കുകയാണ്. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഡോ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് എടുത്തു. അതൊരു 2ആയിട്ട് നമുക്കതൊന്ന് മുറിക്കണം. കാരണം ബേസിനും വേണം, പിന്നെ അതിൻ്റെ ടോപ്പിനും വേണമല്ലോ. അപ്പോൾ ഇത് ഒരു പകുതി നമ്മളിങ്ങനെ എടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളിവിടെ മാറ്റി ആ റാപ്പ് ചെയ്ത് തന്നെ അങ്ങ് തിരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മാവ് ഇതിനകത്തേക്ക് ഇട്ട്, നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ കുറച്ചിട്ടിട്ട്, അപ്പോൾ ഇത് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് കട്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ റോളിംഗ് പിൻ കൊണ്ട് ഇതുപോലെ നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പരത്താനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ വലിയ മാറ്റില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പറാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തെന്നി പോകുന്നത്. അപ്പോൾ ഇത് നല്ല കനം കുറച്ച് ഇതുപോലെ നമ്മളിങ്ങോട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം ഈ റോളിംഗ് പിന്നയിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൈയുടെ പാത്രത്തിലേക്ക് ഇത് വെക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് അങ്ങ് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാം എങ്ങനെയാണ് നമ്മുടെ പാത്രത്തിലേക്ക് വെക്കുന്നതെന്ന്. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ അൺറോൾ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളിങ്ങനെ അതിൻ്റെ പാത്രത്തിൻ്റെ ഷേപ്പിൽ ഇതുപോലെ നമ്മളങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് എക്സസ് ആയിട്ട് ചുറ്റും കാണും, അതെല്ലാം നമ്മളൊരു സിസേഴ്സ് കൊണ്ട് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ചുറ്റും എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ എക്സസ് ആയിട്ടുള്ളത് ഞാനിതോടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എഡ്ജസ് അകത്തോട്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് അകത്തോട്ടായിട്ട് അങ്ങ് മടക്കി വെക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പാത്രത്തോട് അതങ്ങ് ചേർന്നിരിക്കാനും ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ അങ്ങ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഞാൻ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ഒന്ന് തിക്കനാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമ്മൾ ആപ്പിളിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എടുത്ത് നമ്മുടെ പൈ ക്രസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇതുപോലെ അങ്ങ് എടുത്ത് വെക്കണം. ഇത് മുഴുവൻ നമുക്ക് എടുത്ത് വെക്കാം. കുറച്ച് ജ്യൂസ് കൂടെ ഞാനിങ്ങ് ഒഴിക്കുകയാണ്. അപ്പം മുഴുവൻ നമ്മൾ ഒഴിക്കണ്ട, കാരണം ഇത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുഴുവൻ ഒഴിച്ചില്ല, കുറച്ചേ ഇട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്നുകൂടെ പരത്തി ആ പൈയുടെ ഡോ ഹാഫ് എടുത്ത് വെച്ചിരുന്നത് പരത്തിയിട്ട് നമ്മളിങ്ങനെ ഒരു പീസ കട്ടർ കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ സിസേഴ്സ് കൊണ്ടോ ഒക്കെ കട്ട് ചെയ്താലും മതി. അതിനുശേഷം ഞാനൊരു ഒരു എഗ്ഗ് ഇങ്ങനെ അതൊന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ എഡ്ജസിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. കാരണം അത് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് വെക്കണം. അതിനുശേഷം നമുക്കൊരു വീവിങ് പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് അങ്ങ് മാറ്റണം. ഇങ്ങനെ അങ്ങ് പകുതി ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാം മുഴുവൻ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എല്ലാ സ്ട്രിപ്സും ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു സ്ട്രിപ്പ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മടക്കി വെച്ചിരുന്നുണ്ടല്ലോ, അതിങ്ങനെ തിരിച്ച് അങ്ങ് വെക്കണം. അങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ എല്ലാം തന്നെ അങ്ങ് തിരിച്ചങ്ങ് കവർ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ പിന്നെ അതിന് നേരത്തെ എടുത്തതല്ല, അതല്ലാത്ത ഓപ്പോസിറ്റ് ആയിട്ടുള്ളതെല്ലാം കൂടെ ഇതുപോലെ ഒന്നുകൂടെ ഇങ്ങനെ ചെയ്ത് നമുക്ക് മുഴുവൻ ഇതും ഇങ്ങനെ വീവ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു വീവ് ചെയ്ത് കാണുമ്പോൾ നല്ല രസമല്ലേ, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മുടെ പൈ ക്രസ്റ്റ് വീവ് ചെയ്യേണ്ട, നിങ്ങൾക്കിപ്പം വീവ് ചെയ്യണമെങ്കിൽ വെറുതെ അങ്ങ് ചെയ്തിട്ട് 1-2 ഒരു ഫോർക്ക് കൊണ്ട് കുറച്ച് തുളകൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പം നല്ലതായിരിക്കും. ഇപ്പം കണ്ടോ, ഞാനിത് കംപ്ലീറ്റ് വീവ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ളതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇതിങ്ങനെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് യോജിച്ച് ഒട്ടിയിരുന്നോളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഡിസൈൻ വരാൻ വേണ്ടി ഞാനൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കാണാനായിട്ട് ഇത് ഉണ്ടായി വരുമ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു എഡ്ജസിനകത്ത് ഇങ്ങനെ ഡിസൈൻ കൊടുത്താൽ. നമ്മൾ എടുത്തു വെച്ചിരുന്ന എഗ് വാഷിനകത്തേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേനും നല്ലൊരു ബ്രൗണിഷ് കളർ വരാൻ വേണ്ടിയാണ് ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് ഈ സമയത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. 360 ഡിഗ്രീസിൽ ഒരു 1 ഹവറാണ് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പൈ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, വീവ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ജ്യൂസൊക്കെ നല്ല ബബിൾ ചെയ്ത് വരുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുറിച്ച് മാറ്റാം. അതിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഐസ്ക്രീം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇല്ലെങ്കിലും വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് ആപ്പിൾ പൈ ഉണ്ടാക്കിയതെന്ന്. ഇപ്രാവശ്യം താങ്ക്സ് ഗിവിങ്ങിന് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. താങ്ക്സ് ഗിവിങ്ങിന് മാത്രമല്ല, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും നമുക്ക് ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.